നമസ്കാരം. ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. 2026 മാർച്ച് മാസത്തിൽ ഇടവം രാശിക്കാർക്ക്, അതായത് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി നക്ഷത്രം, മകീരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ നോക്കുന്നത്. ഈ മാർച്ച് മാസം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര നിസ്സാരമായി കാണാവുന്ന ഒന്നല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ സമയം രണ്ട് ശക്തമായ പ്രവാഹങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു അപൂർവ മാസമാണ്. ഒരു വശത്ത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിൽ വലിയൊരു ഗ്രഹസമൂഹം നിലയുറപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ തൊഴിൽ, സാമൂഹിക പദവി എന്നിവയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. മറുവശത്ത് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ സ്ഥാനമായ 11ാം ഭാവത്തിൽ നിങ്ങളുടെ രാശിനാഥനായ ശുക്രനും ഒപ്പം ശനിയും കൂടിച്ചേരുന്ന ഒരു അപൂർവ രാജയോഗ അവസ്ഥയും സംജാതമാകുന്നുണ്ട്. ഈ മാസം നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും നിങ്ങളുടെ അടുത്ത പല വർഷങ്ങളിലേക്കുള്ള ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കും എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ആദ്യം തന്നെ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി എന്ന് പരിശോധിക്കാം. 11ാം ഭാവത്തിലെ ശനി ശുക്ര സംയോഗമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നിങ്ങളുടെ രാശിനാഥനായ ശുക്രൻ 11ാം ഭാവത്തിൽ ഉച്ചസ്ഥാനത്താണ് നിൽക്കുന്നത്. ഒപ്പം ശനിയുമുണ്ട്. 11ാം ഭാവം എന്നത് ലാഭത്തിന്റെയും സുഹൃത്തുക്കളുടെയും ആഗ്രഹ സാഫല്യത്തിന്റെയും സ്ഥാനമാണ്. ശനി നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തിന്റെ അധിപനുമാണ്. ഭാഗ്യനാഥനും രാശിനാഥനും ലാഭസ്ഥാനത്ത് ഒന്നിക്കുമ്പോൾ അതൊരു അത്യപൂർവമായ രാജയോഗമായി മാറുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും എടുത്ത പ്രയത്നങ്ങൾക്കും അംഗീകാരവും ഫലവും നിങ്ങൾക്ക് ഈ മാസം ലഭിച്ചു തുടങ്ങുന്നതാണ്. വാതിലുകൾ ഓരോന്നായി തുറക്കപ്പെടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ സാമ്പത്തികവും കുടുംബപരവുമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന 2ാം ഭാവത്തിൽ വ്യാഴമാണ് നിലകൊള്ളുന്നത്. ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത മാർച്ച് 11 മുതൽ വക്രഗതിയിലുള്ള വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമെന്നതാണ്. ഇതൊരു വലിയൊരു വഴിത്തിരിവാണ്. ഇത്രയും കാലം പണം വരാനുണ്ടായിരുന്ന തടസ്സങ്ങൾ, കുടുംബത്തിലെ ചില അസ്വാരസ്യങ്ങൾ എന്നിവ പെട്ടെന്ന് മാറുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ സുഖസ്ഥാനമായ 4ാം ഭാവത്തിൽ ചിങ്ങം രാശിയിലാണ് ഇപ്പോൾ കേതുവിന്റെ സഞ്ചാരം. 4ാം ഭാവം വീട്, വാഹനം, മാതാവ് എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ കേതു നിൽക്കുന്നത് മനസ്സിൽ ചെറിയ ചില അസന്തോഷങ്ങളോ വീടുമായി ബന്ധപ്പെട്ട് അകാരണമായ ചില ആശങ്കകളോ ഉണ്ടാക്കിയേക്കാം. ഇതൊരു സ്ഥിരമായ പ്രശ്നമല്ല, മറിച്ച് ആത്മീയതയിലേക്ക് മനസ്സ് തിരിയുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമാണ്. ഇനി 10ാം ഭാവത്തിലെ ഗ്രഹസമൂഹം, അതായത് സൂര്യൻ, ബുധൻ, ചൊവ്വ, രാഹു ഗ്രഹങ്ങൾ കുംഭം രാശിയായ 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് വലിയൊരു ഊർജ പ്രവാഹമാണ് ചെയ്യുന്നത്. ഇവിടെ സൂര്യൻ, ബുധൻ, ചൊവ്വ, രാഹു എന്നിവർ ഒന്നിച്ചാണ് നിൽക്കുന്നത്. കർമ്മരംഗത്ത് വലിയ മത്സരങ്ങളും അപ്രതീക്ഷിതമായ ഉത്തരവാദിത്തങ്ങളും ഒരുക്കുന്നതാണ്. രാഹുവിന്റെ സാന്നിധ്യമുള്ളതിനാൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്യും. ഇനി തൊഴിൽപരമായി നോക്കുകയാണെങ്കിൽ തൊഴിൽ മേഖലയിൽ വളർച്ചയുടെയും അതിനൊപ്പം തന്നെ വലിയ വെല്ലുവിളികളുടെയും ഒരു മാസമാണ്. 10ാം ഭാവത്തിലെ 4 ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കുവാൻ സമയം തരില്ല. സർക്കാർ ജോലി, IT, മാർക്കറ്റിംഗ്, ടെക്നോളജി, മീഡിയ എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് വളരെ തിരക്കുള്ള ഒരു മാസമാണ് മാർച്ച് മാസം. പ്രമോഷൻ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകളൊക്കെ വന്നു ചേരും. എന്നാൽ ഈ ചൊവ്വയും രാഹുവും സ്ഥാനത്ത് ഉള്ളത് കൊണ്ട് നിങ്ങളുടെ മേലധികാരികളുമായോ സഹപ്രവർത്തകരുമായോ ചെറിയ തർക്കങ്ങൾക്കും ഇടയുണ്ട്. അതുകൊണ്ട് ജോലി സ്ഥലത്ത് നിങ്ങൾ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിൽക്കുവാൻ ശ്രമിക്കണം. സംസാരത്തിൽ ഒരു നിയന്ത്രണമൊക്കെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും മാർച്ച് മാസം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കോൺട്രാക്റ്റുകൾ ലഭിക്കുവാൻ 11ാം ഭാവത്തിലെ ശുക്ര ശനി സംയോഗം സഹായിക്കുന്നതാണ്. ഇനി സാമ്പത്തികപരമായി നോക്കുമ്പോൾ വളരെ മികച്ച ഒരു മാസം എന്ന് തന്നെ പറയാം. 2ാം ഭാവത്തിലെ വ്യാഴം നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിരത നൽകുന്നതാണ്. മാർച്ച് 11 ശേഷം മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കുവാനും ലോണുകൾ എളുപ്പത്തിൽ പാസ്സായി കിട്ടുവാനും ഇടയുണ്ട്. എന്നാൽ 10ാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം നിങ്ങളുടെ ജോലി ആവശ്യങ്ങൾക്കോ വാഹനം, അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് ആവശ്യമായ ടെക്നോളജി ഉപകരണങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. ഇത് ദീർഘകാല നിക്ഷേപങ്ങൾ തുടങ്ങുവാൻ വളരെ അനുകൂലമായ ഒരു സമയവുമാണ്. കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബജീവിതത്തിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്.
രണ്ടാം ഭാവത്തിലെ വ്യാഴം കുടുംബത്തിൽ പൊതുവെ സമാധാനവും ഐശ്വര്യവും നിലനിർത്തും. എന്നാൽ നാലാം ഭാവത്തിലെ കേതു കാരണം ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുവാൻ തോന്നുകയോ ഒരു ചെറിയ മാനസിക അകൽച്ച അനുഭവപ്പെടുകയോ ചെയ്യാം. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ പതിവ് കാണിക്കുന്ന ശ്രദ്ധയൊക്കെ തുടരുക. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കുവാനും കേൾക്കുവാനും പരസ്പരം തയ്യാറാകേണ്ടതുണ്ട്. ഈ സമയം നിങ്ങളുടെ ഈഗോ വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു മാസം തന്നെയാണ്. ബുധൻ 10ാം ഭാവത്തിൽ നിൽക്കുന്നത് ബുദ്ധിശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നതാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് 11ാം ഭാവത്തിന്റെ അതിശക്തമായ സ്വാധീനമുള്ളതിനാൽ വിസ കാര്യങ്ങളിലും അതുപോലെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നുമുള്ള ഓഫർ ലെറ്ററുകളുടെ കാര്യത്തിലും വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായി ചെറിയൊരു ശ്രദ്ധ ആവശ്യമായ ഒരു മാസമാണ്. 10ാം ഭാവത്തിലെ ചൊവ്വയും രാഹുവും നിങ്ങൾക്ക് അമിതമായ ജോലിഭാരവും അതുവഴി മാനസിക സമ്മർദ്ദവും നൽകും. തുടർന്ന് ഇത് നിങ്ങൾക്ക് BP, മൈഗ്രെയിൻ പോലെയുള്ള തലവേദന എന്നിവയ്ക്ക് കാരണമാകാം. കൃത്യമായ ഉറക്കം ശീലമാക്കുന്നത് ഈ മാർച്ച് മാസം കുറെ കൂടി നല്ലതാണ്. യോഗ, ധ്യാനം എന്നിവയ്ക്ക് സമയം കണ്ടെത്തുമെങ്കിൽ അത് നിങ്ങളുടെ ദിനചര്യകളെ കാര്യമായി നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായി കൊണ്ടുപോകുന്നതാണ്. ഇനി നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കും ഈ മാസം എന്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മനസ്സിലാക്കാം. സൂര്യന്റെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രക്കാർക്ക് 10ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് വളരെ വലിയൊരു ഊർജം തന്നെയാണ് നൽകുന്നത്. ഭരണപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ്. ചന്ദ്രന്റെ നക്ഷത്രമായ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം മാനസികമായ ചില മാറ്റങ്ങളൊക്കെ അനുഭവപ്പെടും. നിങ്ങളുടെ ഭാവനയും സൃഷ്ടിപരമായ കഴിവുകളും വർദ്ധിക്കുന്ന ഒരു മാസം തന്നെയാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ തേടി വരുന്നതാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് വഴങ്ങാതെ നിങ്ങളുടെ സ്വന്തം വിവേകവും ബുദ്ധിയും ഉപയോഗിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ശ്രമിക്കണം. ചൊവ്വയുടെ നക്ഷത്രമായ മകയിരം നക്ഷത്രക്കാർക്ക് 10ാം ഭാവത്തിലെ ചൊവ്വയുടെ സ്വാധീനം വലിയ തൊഴിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. വളരെ ധൈര്യത്തോടെ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കും. എന്നാൽ വാഹനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും യാത്രകൾ ചെയ്യുമ്പോഴും ശ്രദ്ധ കരുതേണ്ടതാണ്. പൊതുവായി ഇടവം രാശിക്കാർക്ക് മാർച്ച് മാസം ഒന്ന് നോക്കുമ്പോൾ മാർച്ച് 1 മുതൽ 7 വരെ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സമയമാണ്. തൊഴിൽ രംഗത്ത് ചില പുതിയ വാർത്തകളൊക്കെ കേൾക്കുവാൻ സാധിക്കും. ചിലവുകൾ അല്പം കൂടുതലായി തോന്നും. മാർച്ച് 8 മുതൽ 14 വരെ മാർച്ച് 11 വ്യാഴത്തിന്റെ മാറ്റം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ആശ്വാസം നൽകുന്നതാണ്. കുടുംബത്തിൽ സന്തോഷമൊക്കെ ഉണ്ടാകും. മാർച്ച് 15 മുതൽ 21 വരെ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ജോലിസ്ഥലത്ത് തിരക്കൊക്കെ വർദ്ധിക്കും. വിദേശ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. മാർച്ച് 22 മുതൽ ഏപ്രിൽ 3 വരെയുള്ള സമയം ഈ മാസം നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു സമയമാണ്. സാമ്പത്തിക ലാഭം, ആഗ്രഹ സാഫല്യം എന്നിവയൊക്കെ ഉണ്ടാകും. പുതിയ നിക്ഷേപങ്ങൾക്കും ഈ മാർച്ച് 22 മുതൽ ഏപ്രിൽ 3 വരെയുള്ള സമയം അനുകൂലമാണ്. ഈ മാസത്തെ ഗ്രഹമാറ്റങ്ങളെ അനുകൂലമാക്കി മാറ്റുവാൻ ചില ലളിതമായ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ രാശിനാഥനായ ശുക്രനെ പ്രീതിപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. എല്ലാ വെള്ളിയാഴ്ചകളിലും ദേവീക്ഷേത്ര ദർശനം സാധ്യമെങ്കിൽ അത് ചെയ്യുക. ലളിത സഹസ്രനാമം ജപിക്കുന്നതും നല്ലതായിരിക്കും. ശനി പ്രീതിക്കായി ശനിയാഴ്ചകളിൽ ശാസ്താവിന് നെയ്വിളക്ക് വഴിപാട് നടത്തുന്നത് നിങ്ങളുടെ കർമ്മ മേഖലയിലെ പുഷ്ടിക്കും അതുപോലെ മനസമാധാനത്തിനും നല്ലതായിരിക്കും. ചൊവ്വയുടെയും രാഹുവിന്റെയും ദോഷങ്ങൾ മാറുവാനും മാനസിക ശാന്തി ലഭിക്കുവാനും വീട്ടിൽ ദിവസവും സന്ധ്യയ്ക്ക് ദീപം തെളിയിച്ച് വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ജപിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഏറ്റവും വലിയ പരിഹാരം എന്നത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ തന്നെയാണ്. ജോലി സ്ഥലത്തായാലും കുടുംബത്തിലായാലും സംസാരത്തിൽ പരമാവധി വിനയം കാത്തുസൂക്ഷിക്കുക. ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പൂജകളിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതുമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇടവം രാശിക്കാർക്ക് 2026 മാർച്ച് മാസം എന്നത് സാധാരണ ഒരു മാസമല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം എഴുതി തുടങ്ങുന്ന ഒരു സമയമാണ്.
നിങ്ങളുടെ കഠിനാധ്വാനവും ക്ഷമയും ഉണ്ടെങ്കിൽ രാജയോഗത്തിന് സമാനമായ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. ചെറിയ ചില മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ അന്തിമ വിജയം നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ ഈ മാസത്തെ നിങ്ങൾ കാത്തിരിക്കുക. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.